Question എന്താ പറഞ്ഞിരിക്കുന്നത്? A heating element using nichrome connected to a 230 volt supply draws an initial current of 3.2 ampere which settles after a few seconds to a steady value of 2.8 ampere. What is the steady temperature of the heating element if the room temperature is 27 degrees Celsius? The temperature coefficient of resistance of nichrome averaged over the temperature range in volt is 1.70 into 10 raised to minus 4 degree Celsius raised to minus 1. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ഹീറ്റിംഗ് എലമെന്റിനെ 230 വോൾട്ട് സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്ത സമയത്ത് ആദ്യം 3.2 ആംപിയർ വലിച്ചെടുത്തു. അതിനുശേഷം അതിന്റെ കറണ്ട് 2.8 ആംപിയർ ആയ സ്റ്റഡി കറണ്ട് വലിച്ചെടുത്തുകൊണ്ടിരുന്നു. എന്താണ് ഈ സംഭവം ചോദിച്ചാൽ ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ നമ്മൾ ഒരു സെല്ലുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പവർ സോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവൻ ഇരിക്കുന്ന റൂം ടെമ്പറേച്ചറിലായിരിക്കും. റൂം ടെമ്പറേച്ചർ കുറവ് തന്നെ ആയിരിക്കും. ഈ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് ഇതിന്റെ റെസിസ്റ്റൻസും കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറവാകുന്ന സമയത്ത് ഇതിലൂടെ കൂടുതൽ കറണ്ട് കയറിപ്പോകും. കുറച്ചു നേരം കഴിയുമ്പോൾ ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ് പ്രകാരം ഇത് ഹീറ്റ് ആവും. ഹീറ്റ് ആയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും? കുറയും. അങ്ങനെ ആദ്യം പോകുന്ന കറണ്ടിനേക്കാൾ കുറവുള്ള കറണ്ട് ആയിരിക്കും രണ്ടാമത് സ്റ്റഡി സ്റ്റേറ്റ് അക്യൂർ ചെയ്യുമ്പോൾ അതിലൂടെ ഫ്ലോ ചെയ്ത് പോകുന്നത്. മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം 230 വോൾട്ട് സപ്ലൈയിൽ ഒരു നിക്രോമിന് കണക്ട് ചെയ്ത സമയത്ത് 3.2 ആംപിയർ കറണ്ടിനെ വലിച്ചെടുത്തു. അതിനുശേഷം അത് എത്രയിൽ സെറ്റായി? 2.8 ആംപിയർ എന്ന സ്റ്റഡി കറണ്ടിൽ സെറ്റായി. അങ്ങനെയെന്നുണ്ടെങ്കിൽ ആ 2.8 സ്റ്റഡി കറണ്ടിൽ സെറ്റായ സ്റ്റഡി ടെമ്പറേച്ചർ എത്രയാണ്? അതിന് രണ്ടാമതുണ്ടായിരുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. എന്താണ് ഇതിലവർ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഐ തന്നിട്ടുണ്ട് അല്ലേ? ആദ്യം ഉണ്ടായിരുന്ന കറണ്ട് തന്നിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന കറണ്ട് കൊണ്ട് ആ സമയത്തുള്ള പൊട്ടൻഷ്യലും ഉണ്ട്. എങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. R1 is equal to എന്താണ്? V by I എന്ന ഇക്വേഷൻ പ്രകാരം എന്താണ്? 230 ഡിവൈഡഡ് ബൈ ആ സമയത്തുണ്ടായിരുന്ന കറണ്ട് എത്രയാണ്? 3.2 ആംപിയർ. ആംപിയർ വേണ്ട, 3.2. രണ്ടാമത് 2.8 കറണ്ട് അതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസും കണ്ടുപിടിക്കാമല്ലോ. R2 എന്ത് തന്നെയാണ്? V by I. V എന്ന് പറഞ്ഞാൽ എത്രയാണ്? 230 തന്നെയാണ്. ഡിവൈഡഡ് ബൈ I എന്ന് പറഞ്ഞാൽ 2.8. അപ്പോൾ നമുക്ക് R1ന്റെ വാല്യൂവും കിട്ടും, R2ന്റെ വാല്യൂവും കിട്ടും. R1ന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, R2ന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, ആൽഫയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഈ ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ടോ? ഉണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ എത്രയെന്ന് അവർ തന്നിട്ടുണ്ട്? T1 is equal to റൂം ടെമ്പറേച്ചർ എന്ന് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. ഈ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചാൽ പോരെ. T2 എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആൽഫ is equal to R2 minus R1 divided by R1 into T2 minus T1. എല്ലാത്തിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലില്ലേ? എല്ലാത്തിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്? T2 ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിന്ന് T2 സോൾവ് ചെയ്തെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലേ? ഇത് T2 ഒന്ന് സോൾവ് ചെയ്ത് എനിക്കൊന്ന് പറഞ്ഞു തന്ന എത്രയാണെന്നുള്ളത് ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നാൽ മതി. ഒരു കുഞ്ഞു ക്ലൂ കൂടെ തരാം. ഇതിൽ T2 ആണല്ലോ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ T2 മൈനസ് T1 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ ആൽഫ ഇപ്പുറത്ത് വന്നു. R ഇവിടെ ഉണ്ട്, R1 ഇൻറ്റു ആൽഫ. T2 ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ദെൻ T2 ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ആൽഫ. ഈ T1 അങ്ങ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് T1. ഇക്വേഷനായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയല്ലോ. ചെയ്ത് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Two wires of equal length, one of aluminum and the other of copper, have same resistance. Which one of the two wires is lighter? Hence explain why aluminum wires are preferred for overhead cables. Given for aluminum, ρ1 is equal to 2.63 into 10 raised to minus 8 ohm meter. For copper, ρ2 is equal to 1.72 into 10 raised to minus 8 ohm meter. The relative density of aluminum is 2.7. Copper is 8.9. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് വയർ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഒരെണ്ണം അലൂമിനിയമാണ്, ഒരെണ്ണം കോപ്പറുമാണ്. അലൂമിനിയം തന്നിട്ടുണ്ട്, കോപ്പറും തന്നിട്ടുണ്ട്. രണ്ടിനും സെയിം ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. L1 ഉം L2 തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടീഷൻ എന്താ പറയുന്നത്? L1 ഈസ് ഈക്വൽ ടു L2 എന്ന് തന്നിട്ടുണ്ട്.
മാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും സെയിം റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. R1 ഈസ് ഈക്വൽ ടു R2 എന്നും തന്നിട്ടുണ്ട്. ഇനി അവർ നമ്മളിത് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ആരാണ് ലൈറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ആർക്കാണ് വെയിറ്റ് കുറവെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഈസ് ലൈറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ആർക്കാണ് വെയിറ്റ് കുറവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അവർ ബാക്കി എന്തൊക്കെ ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ρ1 തന്നിട്ടുണ്ട് അല്ലേ. ഫോർ അലൂമിനിയം ρ1 ഈസ് ഈക്വൽ ടു, ഈ ρ1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ആണോ, യൂണിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഓം മീറ്റർ എന്നാണ് കിടക്കുന്നത്, അപ്പോൾ എന്തായാലും ഡെൻസിറ്റി അല്ല. പിന്നെ ആ ρ1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി ρ1 ഈസ് ഈക്വൽ ടു അവർ എത്രയും വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക്, 2.63 × 10⁻⁸. 2.63 × 10⁻⁸ ഓം മീറ്റർ. ρ2 എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്, ഡെൻസിറ്റി റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ എത്രയും തന്നിട്ടുണ്ട് അവർ, 1.72 × 10⁻⁸. 1.72 × 10⁻⁸ ഓം മീറ്ററും തന്നിട്ടുണ്ട്. ഇനി അവർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് അലൂമിനിയം. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് അലൂമിനിയം എത്രയും തന്നിട്ടുണ്ട്, 2.7. യൂണിറ്റ് ഒന്നും വേണ്ട, കാര്യം റിലേറ്റീവ് ഡെൻസിറ്റി ആയതുകൊണ്ടാണ്. D2 ഈസ് ഈക്വൽ ടു 8.9 എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കണ്ടീഷൻസ് പറഞ്ഞതിന് ശേഷം നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ആർക്കാണ് വെയിറ്റ് കുറവെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ഇതിൻ്റെ മാസ് M1 ഉം ഇതിൻ്റെ മാസ് M2 എന്നും എടുക്കുന്നു. ഇതിലവർ ഏരിയയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ, ഇല്ല. ഏരിയയും കൂടി പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയേനെ, ഡെൻസിറ്റി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയേനെ, ഏരിയയും കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർ ഏരിയ തന്നിട്ടില്ല, ജസ്റ്റ് അസ്യൂം ചെയ്യുന്നു ഇതിൻ്റെ ഏരിയ A1 ഉം ഇതിൻ്റെ ഏരിയ A2 എന്ന് അസ്യൂം ചെയ്യുന്നു. ഇത്ര കണ്ടീഷൻ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ആർക്കാണ് മാസ് കുറവ് എന്നുള്ളത്. അപ്പോൾ എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്, M1/M2 എന്ന് പറയുന്ന റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ M1 വലുതാണ്, M2 ചെറുതാണ്. M1/M2 എന്ന റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ M1 ചെറുതും M2 വലുതുമാണ്. M1/M2 എന്നുള്ളത് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തുല്യ മാസമാണ്. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കേണ്ടത് ഈ റേഷ്യോ കണ്ടുപിടിക്കുക, M1/M2 എന്ന റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം അതിൽ M1/M2 എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. M1/M2 ഈ മാസിന് നമുക്ക് ഈ തന്നിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ടേംസിൽ എഴുതാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഉണ്ട്. എന്താണ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നിന്ന് മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. ഞാൻ D എന്ന സിമ്പൽ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്, റെസിസ്റ്റിവിറ്റിക്ക് റോ ഉപയോഗിച്ചതുകൊണ്ടാണ്. അപ്പൊ M1 പകരം എന്തെന്ന് എഴുതാം, V1 D1 എന്നും M2 പകരം V2 D2 എന്നും എഴുതാം. ഇനി വോളിയത്തിന് മാറ്റണം. വോളിയം നമുക്കിത് തന്നിട്ടില്ല, പക്ഷെ വോളിയത്തിന് നമുക്ക് ഏരിയയും തന്നിട്ടുണ്ട് ലെങ്തും തന്നിട്ടുണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം, ഒരു സിലിണ്ടറിൻ്റെയൊക്കെ വോളിയം ആണെന്നുണ്ടെങ്കിൽ എന്താ ഇക്വേഷൻ നമുക്ക് വരുന്നത്, ഏരിയ πr² ഇൻറ്റു ലെങ്ത് h, അതാണല്ലോ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വോളിയത്തിന് മാറ്റി നമുക്ക് എന്തെന്ന് എഴുതാം, ഏരിയ A1 ഇൻറ്റു ലെങ്ത് L1 ഇൻറ്റു D1 ഡിവൈഡഡ് ബൈ V2 പകരം എന്താണ്, A2 L2 ഇൻറ്റു D2. ഇതാണ് M1 ഡിവൈഡഡ് ബൈ M2. ഇനി എല്ലാം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. A1 ഉണ്ടോ, ഇല്ല. അപ്പൊ ഇവിടെ നിന്ന് L1 ഉണ്ടോ, ഉണ്ട്. L1 L2 ഈക്വലും തന്നിട്ടുള്ളത്, രണ്ട് ക്യാൻസൽ ആയിപ്പോവും. D1ന്റെയും D2ന്റെയും വാല്യൂ തന്നിട്ടുമുണ്ട്. അപ്പൊ അത് പ്രശ്നമില്ല, നമുക്ക് എഴുതാൻ പറ്റും. ഇനി A1 A2 കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ, റെസിസ്റ്റൻസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, റെസിസ്റ്റിവിറ്റി ഉണ്ട്. ഏരിയ കണ്ടുപിടിച്ചുകൂടി. എങ്ങനെ കണ്ടുപിടിക്കാം, ഇവിടുത്തെ റെസിസ്റ്റൻസ് R1 ഈസ് ഈക്വൽ ടു ρ1 ഇൻറ്റു L1 ഡിവൈഡഡ് ബൈ A1 എന്ന് എഴുതാം. ഇവിടുത്തെ റെസിസ്റ്റൻസ് R2 എന്ന് പറഞ്ഞാൽ എന്താണ്, ρ2 ഇൻറ്റു L2 ഡിവൈഡഡ് ബൈ A2. ക്വസ്റ്റ്യൻ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേർക്കും സെയിം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാമല്ലോ. എന്ത് കിട്ടും, ρ1 L1 ഡിവൈഡഡ് ബൈ A1 ഈസ് ഈക്വൽ ടു ρ2 L2 ഡിവൈഡഡ് ബൈ A2. L1 L2 സെയിം ആണ്, ക്യാൻസലായി. ഈ A1 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ A1/A2 ആവും. ρ2 ഇപ്പുറത്ത് വരുമ്പോൾ ρ1/ρ2 ആവും. അപ്പോൾ എന്ത് കിട്ടും, ρ1/ρ2 ഈസ് ഈക്വൽ ടു A1 ഡിവൈഡഡ് ബൈ A2. അപ്പോൾ ഇനി A1ന്റെ വാല്യൂവും A2ന്റെ വാല്യൂവും എല്ലാം നമുക്ക് കൊടുക്കാമല്ലോ. ഇവിടെ M1/M2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, M1/M2 ഈസ് ഈക്വൽ ടു A1/A2 പകരം ρ1/ρ2 കൊടുക്കാം. ρ1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2.63. 2.63 ഇൻറ്റു 10⁻⁸ ഡിവൈഡഡ് ബൈ A2 പകരം ആരെ കൊടുത്തു, ρ2 കൊടുക്കാം. അപ്പോൾ എന്താണ്, 1.72 ഇൻറ്റു 10⁻⁸ ഇൻറ്റു L1 L2 ക്യാൻസലായി. കാര്യം സെയിം എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്.
D1ന്റെയും D2ന്റെയും വാല്യൂ ഉണ്ടോ? അത് നടക്കുന്നു 2.7 ഡിവൈഡഡ് ബൈ 8.9 ചെയ്താൽ അപ്പോൾ ഒരു M1/M2ന്റെ വാല്യൂ നമുക്ക് കിട്ടില്ലേ? അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് M1/M2ന്റെ വാല്യൂ എത്രയെന്ന് കിട്ടും? ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും? 0.46 എന്ന് കിട്ടും. M1/M2 0.46 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാം നമുക്ക്? M2 is greater than M1. M2 is greater than M1. M2 ആണ് ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൽ ആരാണ് മാസ് കൂടുതൽ? ആർക്കാണ് മാസ് കൂടുതൽ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരെന്ന് പറയും? കോപ്പറിനാണ് മാസ് കൂടുതൽ എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ പാർട്ടിൽ അവർ എന്താ ചോദിച്ചിട്ടുള്ളത്? രണ്ടാമത്തെ പാർട്ടിലായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ വൈ അലൂമിനിയം വയേഴ്സ് ആർ പ്രിഫേർഡ് ഫോർ ഓവർഹെഡ് പവർ കേബിൾസ്. ഓവർഹെഡ് പവർ കേബിൾസ് ആയിട്ട് നമുക്ക് പോസ്റ്റിലെല്ലാം വലിച്ചിരിക്കുന്ന ലൈൻ കമ്പി ആയിട്ട് എന്തുകൊണ്ട് അലൂമിനിയത്തിന് യൂസ് ചെയ്യുന്നു? ഇതിൽ നിന്ന് M1/M2 is equal to 0.46 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ M2/M1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/0.46 ആയ 2.17 എന്ന രീതിയിൽ ആൻസർ കിട്ടും. എന്ന് വെച്ചാൽ M2 is equal to 2.17 ടൈംസ് M1. അലൂമിനിയത്തിന്റെ മാസ് എത്രയാണോ അതിന്റെ 2.17 മടങ്ങ് വരും കോപ്പറിന്റെ മാസ്. സെയിം ലെങ്ത് കൊടുക്കാൻ പറ്റുന്ന സെയിം റെസിസ്റ്റൻസ് ഉള്ള അലൂമിനിയത്തിന്റെ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറിന്റെ അതേ ലെങ്തും അതേ റെസിസ്റ്റൻസും കൊടുക്കാനായിട്ട് പറ്റുന്ന കോപ്പറിനെക്കാളും ഒരുപാട് കുറവാണ് അലൂമിനിയത്തിന്റെ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഈ മാസ് കുറവായത് കാരണമാണ് നമുക്ക് പോസ്റ്റിലെല്ലാം, ഇതൊരു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2 പോസ്റ്റുകൾ തമ്മിൽ അലൂമിനിയം കേബിൾസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിന് പകരം നമ്മൾ കോപ്പർ കേബിൾ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേ ലെങ്തും ഇതേ റെസിസ്റ്റൻസും കൊടുക്കാൻ പറ്റുന്ന കോപ്പർ കേബിൾ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ മാസ് 2.17 ടൈംസ് വലുതാണ്. അപ്പോൾ ആ കമ്പി എന്ത് ചെയ്യും? ഈ തൂങ്ങിപ്പോവും, ലാഗ് ചെയ്യും. ഇങ്ങനെ ലാഗ് ചെയ്ത് കഴിയും. മാത്രമല്ല ഈ പോർഷനൊന്നും താങ്ങാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? അലൂമിനിയത്തിന്റെ ഓവർഹെഡ് പവർ കേബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ദ കറണ്ട് ഡ്രോൺ ബൈ എ 12 വോൾട്ട് ബാറ്ററി വിത്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് 0.5 ohm ബൈ ദി ഫോളോയിങ് ഇൻഫിനിറ്റ് നെറ്റ്വർക്ക്. ഒരു പുതിയ ടേം നിങ്ങളിവിടെ കേൾക്കുകയാണ്, ഇൻഫിനിറ്റ് നെറ്റ്വർക്ക് എന്നുള്ളത്. എന്താണ് ഇൻഫിനിറ്റ് നെറ്റ്വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡ് ഇല്ലാതെ പോകുന്ന റെസിസ്റ്റൻസിന്റെ ഒരു കോമ്പിനേഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫിനിറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇതാ ഒരേ പാറ്റേണിൽ ഇൻഫിനിറ്റ് നമ്പേഴ്സിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫിനിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നെറ്റ്വർക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു കോമ്പിനേഷനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് 12 വോൾട്ട് സപ്ലൈയിലാണ്. ആ 12 വോൾട്ട് സപ്ലൈയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.5 എന്ന് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, 0.5 ohm എന്ന് ഇന്റേണൽ റെസിസ്റ്റൻസ് അവർ തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഡിറ്റർമിൻ ദ കറണ്ട് ഡ്രോൺ. ഇതിന്റെ കറണ്ട്, ടോട്ടൽ കറണ്ട് ഡ്രോൺ എത്രയാണെന്ന്, ആ ബാറ്ററിയിൽ നിന്നും വലിക്കുന്ന കറണ്ട് ഡ്രോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കറണ്ട് ഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് അല്ലേ? EMF ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും റെസിസ്റ്റൻസ് ഞാൻ എക്സ് എന്ന് കൊടുക്കാം. എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ. ഇതാണ് നമ്മുടെ ടോട്ടൽ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ ഒരു ഇൻഫിനിറ്റ് നെറ്റ്വർക്കിന്റെ എങ്ങനെയാണ് ഇതിന്റെ കറണ്ട് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോ നോക്കുക, ഈ ഒരു കോമ്പിനേഷൻ ഇൻഫിനിറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇതിനകത്ത് ഇതേ പാറ്റേണിൽ റെസിസ്റ്റേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇളക്കി കഴിഞ്ഞാലും ഇതിനൊന്നും പറ്റില്ല. അതായത് നമുക്ക് ഈ ഒരു 3 റെസിസ്റ്ററിന്റെ കൂട്ടത്തിൽ അടുത്ത ഒരു C പോലെയുള്ള സാധനങ്ങളെ ആഡ് ചെയ്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇൻഫിനിറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി ഒരു C ആഡ് ചെയ്യാം, C ഷേപ്പിൽ ഇനി ഒരെണ്ണം ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യില്ല, മാറില്ല. അതാണ് ആ ഇൻഫിനിറ്റ് കോമ്പിനേഷന്റെ ഒരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഞാനിവിടെ അസ്യൂം ചെയ്യാണ്, ലെറ്റസ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് of the combination Bx. ഈ ടോട്ടൽ കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ X ആയിട്ട് വിചാരിച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ സർക്യൂട്ടിനെ അങ്ങ് ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ചു. ഇവിടെ വെച്ചിട്ട് സർക്യൂട്ടിനെ അങ്ങ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കോമ്പിനേഷനും ഇൻഫിനിറ്റ് കോമ്പിനേഷൻ ആണല്ലോ. ഈ ഇൻഫിനിറ്റ് കോമ്പിനേഷനകത്ത് നിന്ന് 2-3 റെസിസ്റ്റൻസിന് അതേ കോമ്പിനേഷനിലുള്ള 2-3 ആഡ് ചെയ്ത് കഴിഞ്ഞാലും 2-3 ഇളക്കി കഴിഞ്ഞാലും റെസിസ്റ്റൻസിന് വ്യത്യാസമൊന്നും വരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഇത്രയും റെസിസ്റ്റൻസിനെ എടുത്തു കഴിഞ്ഞാൽ ഇത് മുതൽ ഈ സെറ്റിന്റെ റെസിസ്റ്റൻസ് എത്ര തന്നെയാണ്? എക്സ് തന്നെയാണ്. പറഞ്ഞ കാര്യം പിടികിട്ടിയോ? എന്താണ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ പാറ്റേണിലുള്ള റെസിസ്റ്റൻസിനെ ആഡ് ചെയ്താലും
എടുത്ത് മാറ്റി കഴിഞ്ഞാലും അതിന്റെ റെസിസ്റ്റൻസിന് എഫക്റ്റീവ് റെസിസ്റ്റൻസിന് വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഞാൻ എടുത്തു എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ്, ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എക്സ് എന്ന് എടുത്തു. എക്സ് എന്ന് എടുത്തതിന് ശേഷം ഈ ഒരു സാധനത്തിനെ ഞാൻ അങ്ങ് നീക്കി വെച്ചു. ഇതിനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന്റെ റെസിസ്റ്റൻസും എത്ര തന്നെയാണ്? എക്സ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ഇത്രയും കോമ്പിനേഷൻ, ഈ ഡോട്ട് തൊട്ട് വരുന്ന ഇത്രയും കോമ്പിനേഷന് പകരം ഞാൻ അവിടെ എന്തിനെ വെച്ചാൽ മതി? എക്സ് എന്ന ഒരു റെസിസ്റ്റൻസിനെ വെച്ചാൽ മതി. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടെ പകരം ഞാൻ ആരെ വെച്ചാൽ മതി? ഇവിടെ ഒരു എക്സ് എന്ന റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള ഒരു സാധനത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബാക്കി എല്ലാത്തിനും പകരം ഞാൻ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സിനെ വെച്ചു. ഇനി നമുക്ക് എന്ത് നോക്കാൻ പറ്റും? ഈ ഒരു സിസ്റ്റത്തിന്റെ, ഈ ഒരു സെറ്റിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര തന്നെയാണ്? എക്സ് തന്നെയാണ്. കാര്യം ഇത് ഇൻഫിനിറ്റ് കോമ്പിനേഷൻ ആണ്. അതിനകത്ത് 3 റെസിസ്റ്റൻസിനെ ആഡ് ചെയ്താലും എന്ത് തന്നെയാണ് അതിന്റെ എഫക്റ്റീവ്? എക്സ് തന്നെയാണ്. അപ്പോ ഇതിന്റെ എഫക്റ്റീവ് നമുക്കൊന്ന് കണ്ടുപിടിച്ചൂടെ? ഇതിന്റെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ എക്സും ഈ ഒണ്ണും പാരലൽ ആയിട്ടിരിക്കുകയാണ്. ഈ എക്സും ഈ ഒണ്ണും പാരലൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ എഫക്റ്റീവ് എന്തെന്ന് വരും? R1R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന ഇക്വേഷൻ പ്രകാരം എക്സും ഒന്നും പാരലൽ ആണ്. അപ്പോൾ R1R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന ഇക്വേഷൻ പ്രകാരം എന്തെന്ന് വരും? എക്സ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. ഇതാണ്. ഇത് രണ്ടും കൂടെ പാരലൽ ആയിരിക്കുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ശരിയാണേ. അപ്പോ ഇത് രണ്ടിനൂടെ പകരം നമുക്ക് ആരെ പ്ലേസ് ചെയ്താൽ മതി? എവിടെ? ഒരെണ്ണത്തിനെ പ്ലേസ് ചെയ്താൽ മതിയല്ലോ. അതിന്റെ വാല്യൂ എത്രയാണ്? എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. ഇപ്പോൾ എന്താണ്? ഈ ഒണ്ണും ഈ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1ഉം ഈ ഒണ്ണും എങ്ങനെ ഇരിക്കുകയാണ്? സീരീസിൽ ഇരിക്കുകയാണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തോന്ന് വരും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1. ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര തന്നെയായിരിക്കും? ഇൻഫിനിറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് അത് എക്സ് തന്നെ ആയിരിക്കും. അതാണ് ഇൻഫിനിറ്റ് കോമ്പിനേഷന്റെ പ്രത്യേകത. ഇതിനെ സോൾവ് ചെയ്താൽ എക്സിന്റെ വാല്യൂ കിട്ടില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കോമ്പിനേഷന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടുന്നു. എങ്ങനെ ചെയ്യാം നമുക്ക്? ഇതെന്താണ്? എക്സ് ഇതെന്താണ്? 2 വരും അല്ലേ? അപ്പൊ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതാം. നമുക്ക് എന്താണ്? എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു എക്സ്. ആദ്യം ഇവിടെ LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് കിട്ടും? എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ത് കിട്ടും? 2x പ്ലസ് 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഡിവൈഡഡ് ബൈ എന്താണ്? എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 2xും 2xും കൂടെ കൂട്ടിയാൽ 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3xനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? -3x ആവും. ആ -3xും എക്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ -2x ആവും. അപ്പം എന്ത് കിട്ടും? എക്സ് സ്ക്വയർ -2x. ഈ 2 അങ്ങ് അപ്പുറത്ത് പോയാൽ -2 ആവും. -2 ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ നമുക്ക് എന്തിനെ കിട്ടി? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac. ബി എന്ന് പറഞ്ഞാൽ ആരാണ്? 2. 2ന്റെ സ്ക്വയർ 4. ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് വെച്ചാൽ എത്രയാണ്? 1 ഇൻറ്റു സി എന്ന് വെച്ചാൽ എത്രയാണ്? -2 ഡിവൈഡഡ് ബൈ 2a. 2 ഇൻറ്റു 1 എന്തെന്ന് കിട്ടും? 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് എത്രയെന്ന് കിട്ടും? 4 പ്ലസ് 8 എന്ന് വരും അല്ലേ? 4 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 12 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 12 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് എന്നെ സോൾവ് ചെയ്യാം. ആ 12നെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം? 2√3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? 12നെ മാറ്റി നമുക്ക് 2√3 എന്ന് എഴുതാം. ഇപ്പം എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് 2√3 ഡിവൈഡഡ് ബൈ 2. ഇനി 2 കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 പ്ലസ് ഓർ മൈനസ് √3 എന്ന് കിട്ടും. 1 പ്ലസ് ഓർ മൈനസ് √3 എന്ന് ആൻസർ കിട്ടും. ഈ 1 പ്ലസ് ഓർ മൈനസ് √3യിൽ 1 മൈനസ് √3 വരില്ല. കാര്യം റെസിസ്റ്റൻസ് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പറാണ് വരുന്നത്. അതുകൊണ്ട് 1 പ്ലസ് √3 മാത്രമാണ് ആൻസർ. √3യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.73 ആണെന്ന് നമുക്കറിയാം. ദെൻ ടോട്ടൽ എഫക്റ്റീവ് എന്തെന്ന് വരും? 2.73 ഓം എന്ന് കിട്ടും. ഈ ഇൻഫിനിറ്റ് കോമ്പിനേഷന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.73 ഓം എന്ന് കിട്ടുന്നു. ഇനി ഈ കോമ്പിനേഷന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്?
ഈ ഒരു സിസ്റ്റത്തിൽ സെല്ല് ഉൾപ്പെടെ ഉള്ളതിൽ വരുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? സെല്ല് ഉൾപ്പെടെ വരുന്നത് സെല്ലിന്റെ 0.5 ആണല്ലേ. ഇപ്പൊ എന്ത് കിട്ടും? 2.73 പ്ലസ് 0.5. 2.73 പ്ലസ് 0.5 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയെന്ന് കിട്ടും ആൻസർ? 2.73 പ്ലസ് 0.5 എന്ന് വെച്ചാൽ 3.23 ഓം എന്ന് കിട്ടും ടോട്ടൽ റെസിസ്റ്റൻസ്. ഈ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? കറണ്ട് I is equal to E divided by R ആണ്. ഇയുടെ വാല്യൂ എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 3.23. ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 12 ഡിവൈഡഡ് ബൈ 3.23 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3.7 അബൌട്ട് 3.7 എന്നൊരു ആൻസർ കിട്ടും. 3.7 ആംപിയർ. നല്ലപോലെ നോക്കുക. ഇൻഫിനിറ്റ് നെറ്റ്വർക്കിന്റെ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺലൈൻ സെഷനിൽ ചോദിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു നെറ്റ്വർക്കിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഈ ഒരു നെറ്റ്വർക്കിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു സീരീസ് കോമ്പിനേഷൻ അല്ല, പാരലൽ കോമ്പിനേഷൻ അല്ല, ബ്രിഡ്ജ് കണക്ഷൻ അല്ല. അപ്പോൾ കൃത്യമായി ഇതൊരു മിക്സഡ് കോമ്പിനേഷനാണ്. ഈ മിക്സഡ് കോമ്പിനേഷനിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റെസിസ്റ്റേഴ്സ് അല്ലാതെ കാണിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ മുഴുവനും കണക്ടിങ് വയേഴ്സ് ആണ്. കണക്ടിങ് വയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല? റെസിസ്റ്റൻസ് ഇല്ല. അങ്ങനെ റെസിസ്റ്റൻസ് ഇല്ലാത്ത കണക്ടിങ് വയേഴ്സിനാണ് നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ആയാലും ഈ ഒരു പോയിന്റ് ആയാലും ഈ ഒരു പോയിന്റ് ആയാലും ഇതായാലും എല്ലാം സെയിം പോയിന്റ് ആണ്. കാര്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ നമുക്ക് ഒരു വർക്കും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം സീറോ റെസിസ്റ്റൻസ് ഉള്ളതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇല്ല. ഈ പോയിന്റും തമ്മിൽ യാതൊരുവിധ പൊട്ടൻഷ്യൽ ഡിഫറൻസുകളും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ പോയിന്റുകൾ എല്ലാം സെയിം ആണ് എന്ന് വെച്ചാൽ ഇതിനെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നതും സെയിം ആണ്. ഇതിനെ ഈ മൂലയിൽ കണക്ട് ചെയ്തിരിക്കുന്നതിന് പകരം ഇവിടെ കണക്ട് ചെയ്താലും സെയിം തന്നെയാണ്. ഇതിനെ എടുത്ത് ഇവിടെ കൊടുക്കാമല്ലോ, നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതിന് പകരം ഇവിടെ കൊടുക്കാമല്ലോ. അപ്പൊ ഈ കോമ്പിനേഷൻ ഒന്ന് മാറ്റി വരച്ചാൽ എങ്ങനെ ഇരിക്കും? മുകളിൽ ഒരു 12 മുകളിലുണ്ട്. ഇവിടെ നിന്ന് വന്ന് രണ്ടായി സ്പ്ലിറ്റ് ആയി അല്ലേ? ഇവിടെ നിന്ന് വന്നിട്ട് മുകളിൽ ഒരു 12 പോയി, താഴെ കൂടെ ഒരു 12 പോയി. അത് വന്നു, ജോയിൻ ചെയ്തു, പിന്നെ രണ്ടായി. ജോയിന്റ് ആയി ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് കൊണ്ടു. താഴെ ആരുണ്ട്? ഒരു 12 പോകുന്നുണ്ട്. ഇതിനെ ക്രോസ് ആയിട്ടാണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. ഇത് 12, എല്ലാം 12 തന്നെയാണ്. ഇനി കുറച്ചും കൂടെ സിമ്പിൾ ആയില്ലേ? ഈ ഒരു ഫിഗർ, ആദ്യം ഉണ്ടായിരുന്ന ഈ ഒരു ഫിഗറിനെ നമ്മൾ ഇങ്ങനെ മാറ്റി വരയ്ക്കാൻ പറ്റുമെന്ന ഉദ്ദേശം നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റി വരച്ചു. ഇങ്ങനെ മാറ്റി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 12 എങ്ങനെ ഇരിക്കുകയാണ്? പാരലലിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് എന്തെന്ന് വരും? 2 ഈക്വൽ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ R/N, R/2, 12/2. ഇതിന്റെ എഫക്റ്റീവ് എത്രയെന്ന് വരും? ഇത് രണ്ടിനോട് പകരം നമുക്ക് ആരെ ഇടാം? 12 പാരലൽ ആയതുകൊണ്ട് ഒരു 6 ഓമിന് എഫക്റ്റീവ് കൊടുക്കാം. ഇവിടെയും 12 പാരലൽ ആണല്ലോ. 2ന് പകരം നമുക്ക് ആരെ കൊടുക്കാം? ഇത് രണ്ടിനോട് പകരം എഫക്റ്റീവ് ആയിട്ടുള്ള 6 ഓമിനെ കൊടുക്കാം. ഇനി ഇതകത്ത് നോക്കി, 6 ഓമും സീരീസിലാണ്. ഇതിന് രണ്ടിനെയും കൂടെ പകരം നമുക്ക് ആരെ കൊടുക്കാം? 12നെ കൊടുക്കാം. ഇപ്പോൾ ഈ ഫിഗർ എന്തായി മാറി? 12 മൂന്നെണ്ണം പാരലൽ ആയിരിക്കുന്നു. ഈ 3 ഈക്വൽ റെസിസ്റ്റേഴ്സ് പാരലൽ ആയിരുന്നാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? R/3, ദാറ്റ് ഈസ് 12 ഡിവൈഡഡ് ബൈ 3. ആൻസർ ഈസ് 4 ഓം. ഇതിന്റെ ആൻസർ എത്രയെന്ന് കിട്ടും? 4 ഓം എന്ന് കിട്ടും ഇതിന്റെ ആൻസർ. അപ്പം നമുക്ക് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ റീഡ്രോ ചെയ്യാനായിട്ടുള്ള ഫിഗർ ഇങ്ങനെയാണ് വരുന്നതെന്ന് ആലോചിക്കുക. ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനിൽ എൻട്രൻസ് ആണ് കൂടുതൽ കാണുന്നത് പോലത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിനും ചോദിക്കും. ഒരു പക്ഷേ ഇതിന് പകരം ഇത് ജോയിൻ ചെയ്യാതെ ആയിരിക്കും തിരിച്ചു വന്നിരിക്കുന്നത്. ഈ ഒരു കോമ്പിനേഷനിൽ ഇത് സ്ട്രെയിറ്റ് വന്നിട്ട് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഈ ഫിഗർ പോകുന്നത്. ഇങ്ങനെയാണ് ഈ ഫിഗർ പോകുന്നതെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ് വ്യത്യാസം വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കുക. അവിടെ എന്താ വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് രണ്ടും സീരീസിലാണ്. ആദ്യം ഉണ്ടായിരുന്നതിൽ ഒന്ന് ചെറിയ വ്യത്യാസം, ഇവർ പരസ്പരം കമ്പൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്കൊന്ന് വരച്ചു നോക്കണം. ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം നമുക്ക്.
ഇതാ ആദ്യം നമ്മുടെ 12 മുകളിലുണ്ട്, 12 മുകളിലൂടെ പോയിട്ടുണ്ട്. ഇത് മുകളിലത്തെ 12 ആണ്, 12 പോകുന്നുണ്ട്. ഇവിടെ ഒരു 12ഉം ഈ 12ഉം സീരീസിൽ കിടക്കുകയാണ്. ആ 12 നമുക്ക് ഇവിടെ എവിടെ വേണോ കണക്ട് ചെയ്യാലോ. 12ന് ഈ ലൈനിൽ എവിടെ വേണോ കണക്ട് ചെയ്യാൻ, എന്താ ഇവിടെ കണക്ട് ചെയ്യുന്നു ഈ 12. പിന്നെ ഈ 12 ആണ് വന്നിട്ടുള്ളത്, അത് ഇതിൽ എവിടെ വേണോ കണക്ട് ചെയ്യാം. എന്താ അടുത്ത് ഇവിടെ കൊടുക്കുന്നു, അടുത്തൊരു 12ഉം കൂടെ വന്നു. ഇനി ഇതാണുള്ളത്. ഇതെന്താണ്, ഇതിൽ നമുക്ക് ഈ ലൈനിൽ എവിടെ വേണോ കണക്ട് ചെയ്യാൻ, കാര്യം എല്ലാ പോയിന്റും സെയിം ആണ്. അപ്പം ഞാൻ എന്താ ഇവിടെ കണക്ട് ചെയ്യുന്നു ഈ 12. ഇതിന്റെ കൂടെ സീരീസിൽ ആരുണ്ട്, വേറൊരു 12 ഉണ്ട്. ശരിയാണോ? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇവർ പരസ്പരം ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനൊരു കോമ്പിനേഷൻ ഇടയ്ക്ക് വന്നത്. ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല. അവസാനത്തെ 12 ഇവിടെ ഉണ്ടല്ലോ, 12. ഇനി ഇതിന്റെ എഫക്റ്റീവ് എന്താണ്, ഇവിടെ ഒരു 12 ഉണ്ട്, ഇത് രണ്ടും കൂടി ചേർത്ത് ഇവിടെ ഒരു 24 വരും, ഇവിടെ ഒരു 24 വരും, ഇവിടെ ഒരു 12 വരും. അപ്പോൾ 4 എണ്ണം എങ്ങനെ വന്നു, പാരലലായിട്ട് വന്നു. 2 12ഉം 2 24. അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എപ്പോഴും മനസ്സിൽ ഇട്ടേക്കുക. ഇങ്ങനെയാണ് നമ്മൾ റീഡ്രോ ചെയ്ത് വരയ്ക്കുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഈ പടം ഓർമ്മ വരണം. അതിന് നിങ്ങൾ ചെയ്യാനുള്ളത് മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയതിന് ശേഷം സംശയം ഉണ്ടെങ്കിൽ ലൈവ് സെഷനിൽ ചോദിക്കുക. ഇത് നമ്മുടെ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിത് CBSE 2009 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ 10 ഓം റെസിസ്റ്ററിൽ ഓം ഒന്നും എഴുതിയിട്ടില്ല, 10 ഓം റെസിസ്റ്ററിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫിഗർ കാണുമ്പോഴത്തേക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവണം. അല്ലെങ്കിൽ അവർ ചോദിച്ചിട്ടുണ്ട് 10 ഓമിലൂടെ കറണ്ട് കടന്നു പോകുന്നില്ല. കൃത്യമായിട്ട് ഇതൊരു വീസ്റ്റൺസ് ബ്രിഡ്ജ് ആയിരിക്കണം, എന്നാലേ 10 ഓമിലൂടെ കറണ്ട് ഒന്നും ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന് എങ്ങനെയാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് ആയിട്ട് ഇത് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 എൻഡിനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് പൊക്കിയാൽ ഇത് വീസ്റ്റൺസ് ബ്രിഡ്ജ് ആവും. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിന് മുന്നേ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വീസ്റ്റൺസ് ബ്രിഡ്ജ് വരണം. അതാണ് നിങ്ങളുടെ കഴിവെന്ന് വെച്ചാൽ, 10 ഓം നടുക്കിരിക്കുന്നു, 10 സെന്ററിലുണ്ട്. അവിടെ നിന്ന് 2 ആം, ത്രികോണം പോലെ ഇരിക്കുന്ന 2 ആം. 2 ആമിനെ ഇങ്ങനെ വരയ്ക്കുന്ന ശകലം മുകളിലോട്ട് വയ്ക്കാലോ എനിക്ക്. അതാ ഒരു എക്സ്, താഴെ ഒരു 6, ഒരു 6. ഇവിടെ 2 ആം ഉണ്ടല്ലോ, ഇവിടെ നിന്നൊരു ആം വന്നിട്ടുണ്ട്. അതിലാരിയിരിക്കുന്നു, 2 ഇരിക്കുന്നു. താഴോട്ടൊരു ആം പോയിട്ടുണ്ടല്ലോ, അതിനെ ഇങ്ങനെ വരയ്ക്കണം. 2 കൂടെ ഒന്ന് ജോയിൻ ചെയ്തു. ഇത് എത്രയാണ്, 3. ഈ 3ഉം 2ഉം ജോയിൻ ചെയ്തേക്കുന്ന സ്ഥലം, അവിടെ നിന്ന് ബാറ്ററി. എക്സും 6ഉം ജോയിൻ ചെയ്തിരിക്കുന്ന പോകുന്നു, അവിടെ നിന്ന് ബാറ്ററി. ഇപ്പൊ കോമ്പിനേഷൻ എന്തായി മാറി, ഒരു ബ്രിഡ്ജ് ആയിട്ട് മാറി. ഇങ്ങനെ ബ്രിഡ്ജ് ആയിട്ട് മാറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ അത് കറണ്ട് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും, ടോട്ടൽ റെസിസ്റ്റൻസ് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും, EMF ആണ് ചോദിക്കുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും, ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും, എന്തുകൊണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അത് ക്വസ്റ്റ്യനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളത് വ്യക്തമായ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിത് CBSE 2009 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ 10 ഓം റെസിസ്റ്ററിൽ ഓം ഒന്നും എഴുതിയിട്ടില്ല, 10 ഓം റെസിസ്റ്ററിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫിഗർ കാണുമ്പോഴത്തേക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവണം. അല്ലെങ്കിൽ അവർ ചോദിച്ചിട്ടുണ്ട് 10 ഓമിലൂടെ കറണ്ട് കടന്നു പോകുന്നില്ല. കൃത്യമായിട്ട് ഇതൊരു വീസ്റ്റൺസ് ബ്രിഡ്ജ് ആയിരിക്കണം, എന്നാലേ 10 ഓമിലൂടെ കറണ്ട് ഒന്നും ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന് എങ്ങനെയാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് ആയിട്ട് ഇത് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 എൻഡിനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് പൊക്കിയാൽ ഇത് വീസ്റ്റൺസ് ബ്രിഡ്ജ് ആവും. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിന് മുന്നേ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വീസ്റ്റൺസ് ബ്രിഡ്ജ് വരണം. അതാണ് നിങ്ങളുടെ കഴിവെന്ന് വെച്ചാൽ, 10 ഓം നടുക്കിരിക്കുന്നു, 10 സെന്ററിലുണ്ട്. അവിടെ നിന്ന് 2 ആം, ത്രികോണം പോലെ ഇരിക്കുന്ന 2 ആം. 2 ആമിനെ ഇങ്ങനെ വരയ്ക്കുന്ന ശകലം മുകളിലോട്ട് വയ്ക്കാലോ എനിക്ക്. അതാ ഒരു എക്സ്, താഴെ ഒരു 6, ഒരു 6. ഇവിടെ 2 ആം ഉണ്ടല്ലോ, ഇവിടെ നിന്നൊരു ആം വന്നിട്ടുണ്ട്. അതിലാരിയിരിക്കുന്നു, 2 ഇരിക്കുന്നു. താഴോട്ടൊരു ആം പോയിട്ടുണ്ടല്ലോ, അതിനെ ഇങ്ങനെ വരയ്ക്കണം. 2 കൂടെ ഒന്ന് ജോയിൻ ചെയ്തു. ഇത് എത്രയാണ്, 3. ഈ 3ഉം 2ഉം ജോയിൻ ചെയ്തേക്കുന്ന സ്ഥലം, അവിടെ നിന്ന് ബാറ്ററി.
എക്സും 6ഉം ജോയിൻ ചെയ്തിരിക്കുന്ന പോകുന്നു. അവിടെ നിന്ന് ബാറ്ററി. ഇപ്പൊ കോമ്പിനേഷൻ എന്തായി മാറി? ഒരു ബ്രിഡ്ജ് ആയിട്ട് മാറി. ഇങ്ങനെ ബ്രിഡ്ജ് ആയിട്ട് മാറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ അത് കറണ്ട് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും, ടോട്ടൽ റെസിസ്റ്റൻസ് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും, EMF ആണ് ചോദിക്കുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും, ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും, എന്തുകൊണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അത് ക്വസ്റ്റ്യനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളത് വ്യക്തമായ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം.